എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ കുക്കിംഗ് റെസിപ്പിയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ഒന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് റവ കേസരി. എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടായിരിക്കും. പുറത്തുനിന്നൊക്കെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധിക സാധനങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ആരേലും ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയതാണ്. പൊതുവെ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നല്ല സ്വീറ്റ് ആയതുകൊണ്ട് പിള്ളേർക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. ഇനി ഒട്ടും സമയം കളയാം, നമുക്ക് റവ കേസരിയുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മളൊരു പാത്രം എടുത്തിട്ട് ഒരു 4 കപ്പ് വെള്ളം, അതായത് ഒരു 250 ml കപ്പിൽ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചിട്ട് ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഇതൊരു 2 കപ്പ് റവയ്ക്കുള്ള റവ കേസരി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ 4 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തു. ഇതിന്റെ കൂടെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു നുള്ളു കുങ്കുമപ്പൂ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ വെള്ളം കിടന്നൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക. നമ്മൾ അടുപ്പിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് തന്നെ റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ റിഫൈൻഡ് ഓയിൽ ആക്ച്വലി ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന റവ കേസരി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിഫൈൻഡ് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഏത് റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള നട്ട്സും പിന്നെ നമ്മൾ കിസ്മിസും കൂടാണ് വറുത്തെടുക്കാൻ പോകുന്നത്. നട്ട്സ് ഇട്ടിട്ട് നട്ട്സ് ഒരുവിധം ഒന്ന് മൂക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാനായിട്ട്. നട്ട്സിന്റെ കൂടെ തന്നെ നമ്മൾ കിസ്മിസും വറുത്തെടുക്കണം. അതാ നമ്മൾ ഈ കൂടെ നമ്മൾ ചെയ്യുന്നത്. നട്ട്സ് കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. കിസ്മിസും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇത് കോരിയെടുക്കുക. ഇതിനെ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തു വെക്കാം. നമ്മൾ ഈ നട്ട്സ് വറുത്ത ഈ നെയ്യിലേക്ക് തന്നെ നമ്മളൊരു 2 കപ്പ്, അതായത് 250 ml കപ്പ് 2 കപ്പ് ഇട്ടിട്ട് റവ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഈ നെയ്ക്കകത്തോട്ട്. ഇത് ഇട്ടിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്നിടം വരെ നന്നായിട്ട് പിടിച്ച് ഇതിനകത്ത് മിക്സായി ഒന്ന് എടുക്കുക. റവ ഇപ്പം നെയ്യുടെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഒരു ചെറിയ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചൂടുവെള്ളം, ആ വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. സഫ്രോൺ ഇട്ടിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം. അത് അത്യാവശ്യം ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ചൂടാക്കി തിളപ്പിച്ചിട്ട് തന്നെ വേണം ഒഴിക്കാൻ. നല്ല ചൂടോടെ വേണം ഈ വെള്ളം ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട്. ഞാനിപ്പം ഈ വെള്ളം ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സഫ്രോൺ എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ കൂടെ തന്നെ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് പറ്റി വരും, അവിടെ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടുക്കി പിടിക്കാതെ. റവ നന്നായിട്ട് കുറുകി വന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 2 കപ്പ് പഞ്ചസാര, അതിന്റെ കൂടെ ഒരു 4 ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുക. അത് എല്ലാം നന്നായിട്ട് ഇതിനി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ പഞ്ചസാരയും ഈ റവയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര ഇപ്പം കേസരിക്ക് അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുത്ത് നല്ല കുറുകി അത് മിക്സ് ആയി റവ കേസരിക്ക് അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് നെയ്യും കൂടെ കൂട്ടി ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ നെയ്യ് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഈ നെയ്യ് നമ്മൾ കേസരിക്കകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ സൈഡും കൂട്ടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നെയ്യ് നന്നായിട്ട് കേസരിക്കകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് അതും കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം.
അങ്ങനെ നമ്മുടെ റവ കേസരി കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.